ഹായ് സ്റ്റുഡൻസ്, ഐ ആം പ്രിയ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യണത് സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് റിഗാർഡിങ് സാലറീസ് എന്നുള്ളൊരു ഹെഡാണ് കേട്ടോ. അതിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുക, 14 പോയിൻ്റിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുക. ഞാൻ എക്സ്പ്ലനേഷൻ ഇവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക, വേണ്ടത് നോട്ട് ചെയ്യുക, നമുക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. ഫസ്റ്റ് പോയിൻ്റ് സാലറീസ് എന്നാണ്. എന്താ സാലറീസ് പറഞ്ഞാൽ എനി സോർട്ട് ഓഫ് റെമുനറേഷൻ റിസീവ്ഡ് ബൈ എവറി ടൈപ്പ് ഓഫ് സർവൻറ്റ്, പബ്ലിക് ഓർ പ്രൈവറ്റ്, posted on any high or low place is covered under Income Tax Act. In income tax, there is no difference between wages of laborers and salaries of high officials. Any salary or pension received from foreign government is also taxable under the head salaries. ഇതാണ് സാലറിയെക്കുറിച്ച്. സാലറി പറഞ്ഞാൽ വേജസ് ആണെങ്കിലും സാലറി എന്നാണെങ്കിലും സാലറി എന്നുള്ള ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യും എന്നാണ് പറയണത്. ഏത് ടൈപ്പ് ഓഫ് ഹൈ ഒഫീഷ്യൽസോ ലോ പെയ്ഡ് വർക്കേഴ്സോ ആരോ ആയിക്കോട്ടെ, എല്ലാവരുടെയും സാലറി ആയിക്കോട്ടെ വേജ് ആയിക്കോട്ടെ സാലറി എന്നുള്ള ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മളിവിടെ പറയണത്. മനസ്സിലായോ? അപ്പോൾ ദർ ഇസ് നോ പോയിൻ്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ വേജസ് ഓഫ് ലേബറേഴ്സ് ആൻഡ് സാലറീസ് ഓഫ് ഹൈ ഒഫീഷ്യൽസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് സാലറീസ് പെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് നോൺ മാനുവൽ വർക്കിനാണ് കൊടുക്കുന്നത്. ബട്ട് വേജസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് മാനുവൽ വർക്കിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, കൊടുക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ മാനുവൽ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അവേഴ്സ് വർക്ക്ഡ് എന്നുള്ള ബേസിസിലാണ് നമ്മൾ വേജസ് ചിലപ്പോൾ കൊടുത്തിരിക്കുക അല്ലേ. സാലറി പറയുമ്പോൾ നോൺ മാനുവൽ വർക്കിനാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. ഓഫീസ് വർക്കിനൊക്കെയാണ് നമ്മൾ സാലറി എന്ത് ചെയ്യണത്, പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ എന്തായിക്കോട്ടെ, അത് പബ്ലിക് സർവൻ്റ് ആയിക്കോട്ടെ പ്രൈവറ്റ് സർവൻ്റ് ആയിക്കോട്ടെ, ആരുടെ ആണെങ്കിലും സാലറി എന്നുള്ള ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യും എന്നാണ് ഇവിടെ പറയണത് ഫസ്റ്റ് പോയിന്റിൽ. ദെൻ സെക്കൻഡ് വൺ, accrual or received basis. Salary is taxable in the year of receipt or in the year of earning of the salary income, whichever is earlier. If salary has been received first, then it will be taxable in the year of receipt. If it has been earned first but not yet received, then it will be taxable in the year of earning. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, സാലറി ഈസ് ടാക്സബിൾ ഓൺ ഡ്യൂ ബേസിസ് ഓർ പെയ്ഡ് റെസീറ്റ് ബേസിസ് വിച്ച് ഈസ് ഏർലിയർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതന്നെയാണ് ഇവിടെ പറയണത് അല്ലേ. ഡ്യൂ ഫസ്റ്റായ അപ്പോൾ നമ്മൾ ഇയർ ഓഫ് ഏൺഡ് എന്നുള്ള ഹെഡിൽ വെച്ചിട്ട് സാലറി ഫസ്റ്റ് ടാക്സ് ചെയ്യുന്നെടുക്കുന്നു. അല്ല ഇയർ ഓഫ് റെസിപ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ ആദ്യം അത് നമ്മൾ ടാക്സ് പർപ്പസിൽ എടുക്കും എന്നാണ് ഇവിടെ പറയണത്. മനസ്സിലായേ? ഫസ്റ്റ് ഒക്കർ ചെയ്യണ ഏതാണോ അത് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറി എന്നുള്ള ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ അടുത്തത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പാണ്. ഇൻ ഓർഡർ ടു ട്രീറ്റ് ആൻ ഇൻകം ആസ് സാലറി ദർ ഷുഡ് ബി ആൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. വാട്ട് എവർ ഗിവൺ ബൈ ദ എംപ്ലോയർ to employee is taxable under the head salary. Any remuneration received from a person other than an employer cannot be treated as salary income. For example, the remuneration received by a college professor from the university for the valuation of answer paper is not salary because the university is not the employer of the college professor. അപ്പോൾ ഇവിടെ എന്താ പറയണത്, നമുക്ക് ഒരു ഇൻകം സാലറി ആണെന്ന് ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, എംപ്ലോയർ എംപ്ലോയി എന്നുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എന്നാണ് പറയണത് അല്ലേ. എംപ്ലോയർ എംപ്ലോയി പറയുമ്പോൾ പെയർ പേ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാസ്റ്റർ സർവൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം അല്ലേ. ദെൻ വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു, ഓൾ decided by the master അല്ലേ. The servant is only bound to carry out the instruction given by the employer എക്സെപ്റ്റ് മൈനർ ചേഞ്ചസ് എന്നാണ് അവിടെ പറയണത്. അപ്പോൾ അവിടെ എന്ത് വേണം, അപ്പോൾ നമ്മുടെ ഫുൾ ഡ്യൂ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓവർ ദി എംപ്ലോയി ബൈ ഹിസ് എംപ്ലോയർ അല്ലേ. ബൈ ദി എംപ്ലോയറാണ് കൺട്രോൾ ചെയ്യണത് അല്ലേ. നമ്മൾ ഇപ്പോൾ ഒരു പേപ്പർ വാല്യുവേഷന് പോയി, യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ വാല്യുവേഷന് പോയാലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്ന സാലറി നമുക്ക് റെമുനറേഷൻ പേപ്പർ ഇത്ര പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ ഇത്ര രൂപ വെച്ച് തന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും സാലറി എന്നുള്ള ഹെഡിൽ എടുക്കില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ ഒരു എംപ്ലോയർ എംപ്ലോയി എന്നുള്ള റിലേഷൻഷിപ്പ് ഇല്ല. യൂണിവേഴ്സിറ്റി നമ്മുടെ എംപ്ലോയർ അല്ല. മനസ്സിലായി? നമ്മുടെ എംപ്ലോയർ ആരാണ്, നമ്മൾ ഏത് കോളേജിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് ആ കോളേജിലെ മാനേജ്മെൻറ്റാണ് നമുക്ക് സാലറി തരുന്നത്. അവരാണ് നമ്മുടെ എംപ്ലോയർ, അല്ലാണ്ട് യൂണിവേഴ്സിറ്റി അല്ല. അവർ പറഞ്ഞതാണ് നമ്മൾ കേൾക്കേണ്ടത് അല്ലേ. അപ്പോൾ അതാണ് അവിടെ എംപ്ലോയർ എംപ്ലോയി എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ സാലറി ഹെഡിൽ എടുക്കുള്ളൂ എന്നാണ് ഇവിടെ പറയണത്.
പിന്നെ അതുകൂടാതെ എവറി ഇൻകം വിൽ ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം എംപ്ലോയർ ബൈ എംപ്ലോയി. എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എന്ത് ഇൻകം കിട്ടിയാലും അത് സാലറി എന്നുള്ള ഹെഡിൽ എടുക്കുന്നതാണ് പറയണത്. അതുകൂടാതെ ഈവൻ ഗിഫ്റ്റ് റിസീവ്ഡ് ബൈ എംപ്ലോയി വിൽ ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി. എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് എംപ്ലോയിക്ക് കിട്ടുകയാണെങ്കിൽ അതും സാലറി എന്നുള്ള ഹെഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് ഇവിടെ പറയണത്. അതുകൂടാണ്ട് കുറച്ച് പേയ്മെൻറ്റ്സ് നമ്മൾ സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഏതൊക്കെയാണ് നോക്കൂ. ദ റെമുനറേഷൻ റിസീവ്ഡ് ബൈ എ member of parliament or MLA are not taxable under the head salary because of the absence of employer-employee relationship. It is not chargeable under the head salaries as MP is not an employee of the government. They are servant of the public. That will come under the head income from other sources. മനസ്സിലായോ? that is MLA അല്ലെങ്കിൽ എം പിയുടെ സാലറി കൊടുത്ത് റെമുനറേഷൻ കിട്ടിയെന്ന് പറയുന്നത് ഒരിക്കലും സാലറി എന്നുള്ള ഹെഡിൽ എടുക്കില്ല. അതെവിടെ എടുക്കണം? ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗവൺമെൻറ്റിലെ എംപ്ലോയർ അല്ല ഗവൺമെൻറ് അല്ല അവരുടെ എംപ്ലോയർ, സർവൻ്റാണ് അല്ലേ. ദാറ്റ് ഈസ് എന്താണ്? പബ്ലിക്കാണ് അല്ലേ. ദേ ആർ സർവൻറ്റ് ഓഫ് ദി പബ്ലിക്കാണ്. മനസ്സിലായോ? അവിടെ എംപ്ലോയി എന്നുള്ള റിലേഷൻഷിപ്പ് ഇല്ല. അതുകൊണ്ടാണ് അവിടെ ആ റെമുനറേഷൻ എം പിക്ക് അല്ലെങ്കിൽ എം എൽ എക്ക് കിട്ടുന്ന റെമുനറേഷൻ സാലറി എന്നുള്ള ഹെഡിൽ എടുക്കില്ല. പക്ഷെ അത് എവിടെ എടുക്കും? ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് എടുക്കുന്നത്. പിന്നെ അടുത്ത എക്സാമ്പിൾ ഏജൻറ്റ് പ്രിൻസിപ്പൽ. If a person is acting as an agent for his principal, any commission or remuneration earned by the agent is not taxable under the head salaries. This is because agent is not the employee of his principal. മനസ്സിലായോ? ദെൻ അടുത്തൊരു എക്സാമ്പിൾ സാലറി റിസീവ്ഡ് ബൈ എ പാർട്ട്ണർ ഫ്രം ഇറ്റ്സ് ഫേം ഷാൾ നോട്ട് ബി ടാക്സബിൾ ആസ് സാലറി ബിക്കോസ് ദർ ഈസ് നോ എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫേം ആൻഡ് ദി പാർട്ട്ണർ. സച്ച് സാലറി വിൽ ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് PGBP. മനസ്സിലായോ? ഇതൊക്കെയാണ് എംപ്ലോയർ റിലേഷൻഷിപ്പിൻ്റെ എക്സാമ്പിൾ. അടുത്ത പോയിൻറ്റ്, ഫോർത്ത് പോയിൻറ്റ്, ടാക്സ് ഫ്രീ സാലറി. ടാക്സ് ഫ്രീ സാലറി മീൻസ് ദ സാലറി ഓൺ വിച്ച് ഇൻകം ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് ദി എംപ്ലോയി. That simply means that the tax liability is to be discharged by the employer himself. The tax so paid by the employer on behalf of the employee is considered deemed income and is added to salary for the purpose of tax calculation. ഇവിടെ എന്താ പറയണത്? ആര് കൊടുത്തു? ദ ടാക്സ് ഓഫ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ. ആർക്ക് വേണ്ടിയിട്ട്? എംപ്ലോയിക്ക് വേണ്ടി ടാക്സ് എംപ്ലോയർ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ ഡീംഡ് ഇൻകമായി ട്രീറ്റ് ചെയ്തിട്ട് സാലറി എന്നുള്ള പർപ്പസിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് അവിടെ പറയണത്. അടുത്ത പോയിന്റ്, പ്രീവിയസ് ഇയർ ഫോർ സാലറി. സാലറി ഫോർ എനി അസസി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ദാറ്റ് ഈസ് പേ റിസീവ്ഡ് ഫ്രം 1st April ആൻഡ് ടു 31st March ഓഫ് ദി ഫോളോയിങ് ഇയർ അല്ലേ. അപ്പോൾ നമ്മൾ സാലറി ഫോർ എനി SSC കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിൻ്റെ ബേസിലാണ്? ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബേസിൽ. ദാറ്റ് ഈസ് 1st April to 31st March ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. പക്ഷേ ഇതിൽ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസ്, നോൺ ഗവൺമെൻറ് എംപ്ലോയി രണ്ട് കാറ്റഗറി ഉണ്ട്. അതിൽ ഫസ്റ്റ് കേസ്, ഇൻ കേസ് വെൻ എ പേഴ്സൺ ഈസ് ദ എംപ്ലോയി ഓഫ് ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് ആൻഡ് സാലറി ഈസ് ഡ്യൂ ഓൺ ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്ത്. ഹിസ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ഫ്രം 1st March ആൻഡ് എൻഡ്സ് ഓൺ 20th February അല്ലേ. ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അയാളുടെ സാലറി ഡ്യൂ ആവണത് ഇപ്പോൾ 31st March സാലറി ഡ്യൂ ആവണത് 1st April ആയിരിക്കും. മനസ്സിലായി? അടുത്ത മാസത്തെ ആദ്യത്തെ ദിവസത്തിലായിരിക്കും ഡ്യൂ ആവുക. അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ഇയർ പറഞ്ഞാൽ എന്താണ്? 1st March to 20th February ആണ്. പിന്നെ അതർ കേസ് പറഞ്ഞത്, ഇൻ കേസ് വെൻ എ പേഴ്സൺ ഈസ് ദ എംപ്ലോയി ഓഫ് ബാങ്ക്, നോൺ ഗവൺമെൻറ് ബോഡീസ് ആൻഡ് ദ സാലറി ഈസ് ഡ്യൂ ഓൺ ലാസ്റ്റ് ഡേ ഓഫ് ദി മന്ത്, ഹിസ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ഫ്രം 1st April ആൻഡ് എൻഡ്സ് ഓൺ 31st March. നോൺ ഗവൺമെൻറ് എംപ്ലോയി അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയിയുടെ ആണെങ്കിൽ ഇപ്പോൾ മാർച്ചിലെ സാലറി March 31 ഡ്യൂ ആവും. മനസ്സിലായി? അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ഇയർ 1st April to 31st March ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രീവിയസ് ഇയറിൻ്റെ കേസ് നന്നായി ഓർക്കണം. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തരും ഗവൺമെൻറ് എംപ്ലോയി നോൺ. അപ്പോൾ നമുക്ക് സാലറി ഡ്യൂ എപ്പോഴാവണം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. ദെൻ അടുത്തത് ഫോർഗോയിങ് സാലറി. Sixth point, the Income Tax Act provides for charging tax on salary which is due, whether received or not. So even if an employee forgoes his salary, the salary will be included under this head and taxable. ഇവിടെ പറയണത് ഇൻകം ടാക്സ് ആക്റ്റിൽ സാലറി ഡ്യൂ ആയി പറഞ്ഞാൽ തന്നെ അത് കിട്ടിയില്ലോ എന്ന് നമ്മൾ നോക്കില്ല. ഡ്യൂ ആയി പറഞ്ഞാൽ സാലറി കാൽക്കുലേഷൻ ആൾറെഡി എടുക്കും. കിട്ടുമ്പോൾ നമ്മളത് ഫോർഗോൺ ചെയ്താലും ഇത് ആൾറെഡി ഡ്യൂ ആകുമ്പോൾ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇൻക്ലൂഡ് ചെയ്യും എന്നാണ് ഇവിടെ പറയണത്. മനസ്സിലായോ? പിന്നെ അടുത്ത പോയിന്റ്, സറണ്ടർ ഓഫ് സാലറി. ഇഫ് എൻ എംപ്ലോയി സറണ്ടേഴ്സ് ഹി സാലറി ടു ദ സെൻട്രൽ ഗവൺമെൻറ്, ദെൻ സാലറീസ് ഓഫ് സറണ്ടേർഡ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ടാക്സബിൾ ഇൻകം ഓഫ് ദി എംപ്ലോയി അല്ലേ. നമ്മൾ നമ്മുടെ സാലറി സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുക, ഫ്ലഡ് റിലീഫാണ്, ഫണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ടാക്സബിൾ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് ഇവിടെ പറയണത്.
ദെൻ അടുത്ത പോയിന്റ് 8th പോയിന്റ് പെൻഷൻ ആൻഡ് ഫാമിലി പെൻഷൻ. പെൻഷൻ പെയ്ഡ് ബൈ ദ എംപ്ലോയർ ആഫ്റ്റർ ദി റിട്ടയർമെൻറ്റ് ഈസ് ആൾസോ പാർട്ട് ഓഫ് സാലറി. Monthly pension received by any employee after retirement is taxable under salary. Any family pension received by the widow or legal heirs of employee is taxable under the head income from other sources. അപ്പോൾ നമ്മൾ മന്ത്ലി പെൻഷൻ കിട്ടുകയാണെങ്കിൽ സാലറി എന്നുള്ള പാട്ടിലെടുക്കും. ഫാമിലി പെൻഷൻ വിഡോന് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ എടുക്കുക എന്നാണ് ഇവിടെ പറയണത്. ദെൻ അടുത്തത് പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി. അല്ലേ, എവിടെ നിന്നാണ് നമുക്ക് അക്രൂ ചെയ്യണത് അല്ലേ, അതാണ് പറയണത്. സാലറി അക്രൂസ് വെർ സർവീസ് ഈസ് റെൻറ്റഡ്. അല്ലേ, സാലറി എവിടെ നിന്ന് അക്രൂ ചെയ്യുക, എവിടെയാണോ നമ്മൾ സർവീസ് പ്രൊവൈഡ് അവിടെയാണ് സാലറി അക്രൂ ചെയ്യുക. ഇഫ് ദ സർവീസസ് ആർ റെൻറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് സാലറി ഫോർ ദി സർവീസ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം വിച്ച് ഈസ് അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ സർവീസ് റെൻഡർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്, പക്ഷേ സാലറി ഈ സർവീസിന് കിട്ടിയത് ഔട്ട്സൈഡ് എന്നാണ്. എന്നാലും നമ്മൾ എവിടെ എടുക്കുക, ഇൻകം അക്രൂയിങ് അറൈസിങ് ഇൻ ഇന്ത്യ പറഞ്ഞിട്ട് ടാക്സിന് എടുക്കുമെന്നാണ് ഇവിടെ പറയണത്. ഈ സർവീസസ് ആർ റെൻറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ദെൻ സാലറി അക്രൂസ് ഔട്ട്സൈഡ് ഇന്ത്യ. സർവീസ് ഔട്ട്സൈഡ് ആണ്, സാലറി കിട്ടിയത് ഔട്ട്സൈഡ് ആണ്, അത് ഔട്ട്സൈഡ് ഇന്ത്യ പറഞ്ഞിട്ട് അല്ലേ ട്രീറ്റ് ചെയ്യുക നമ്മൾ. പിന്നെ ഈ ഒരു കേസിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ബട്ട് ദർ ഇസ് എൻ എക്സെപ്ഷൻ ടു ദിസ് റൂൾ. ഇഫ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ who is government employee render his service outside India and salary he received would be treated as income deemed to accrue or arise in India പറഞ്ഞിട്ട് എടുക്കും എന്നാണ് ഇവിടെ പറയണത്. മനസ്സിലായോ? ഗവൺമെൻറ് എംപ്ലോയിയും സിറ്റിസൺ ഓഫ് ഇന്ത്യയാണ്. അയാൾ റെൻഡർ ചെയ്ത സർവീസ് ഔട്ട്സൈഡ് ആണെങ്കിലും സാലറി he received would be treated as income deemed to accrue or arise in India പറഞ്ഞിട്ട് എടുക്കും എന്നാണ് അവിടെ പറയണത്. മനസ്സിലായോ? ദെൻ അടുത്തത് സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ്. 10th വൺ അല്ലേ, എൻ എംപ്ലോയി മേ റിസീവ് സാലറി ഫ്രം മോർ ദാൻ വൺ സോഴ്സ്. സാലറി ഫ്രം ഈച്ച് സോഴ്സ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. അല്ലേ, ഒന്നിൽ കൂടുതൽ സോഴ്സിൽ നിന്ന് നമുക്ക് സാലറി കിട്ടുക. നമ്മൾ പാർട്ട് ടൈമായി വർക്ക് ചെയ്യുമ്പോൾ രാവിലെ ഒരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യണോ, വൈകുന്നേരം ഒരു സ്ഥലത്ത്, അങ്ങനെ 2-3 സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ ഉണ്ടോ നമുക്ക് കിട്ടണ സാലറി, അത് സാലറി എന്നുള്ള ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് ഇവിടെ പറയണത്. മനസ്സിലായോ? ഇനി അടുത്തത് 11th പോയിന്റ് പേയ്മെൻറ്റ് മെയ്ഡ് ആഫ്റ്റർ ടെർമിനേഷൻ. പേയ്മെൻറ്റ് മെയ്ഡ് ബൈ എൻ എംപ്ലോയർ to his employee after termination of contract of employment are also taxable under the head salary. ഇത് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. നമുക്ക് ടെർമിനേഷന് ശേഷം നമുക്ക് എന്ത് എംപ്ലോയിക്ക് എന്ത് എമൗണ്ട് കൊടുത്താലും അതും സാലറിയിൽ വരുമെന്നാണ് അവിടെ പറയണത്. ദെൻ അടുത്തത് ബേസിക് സാലറി ഓർ ബേസിക് പേ. എവറി എംപ്ലോയി മേ ഹാവ് എ സാലറി ഗ്രേഡ് ഓർ സ്കെയിൽ ഓഫ് pay. For example, if a person is appointed as an accountant in the grade of rupees 8,000-9,000-400-11,000 ഇത് പറഞ്ഞാൽ എന്താണ് പറയണത്? ഒരാൾ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ അയാൾക്ക് 8,000 രൂപയായിരുന്നു. പിന്നെ ആനുവൽ ഇൻക്രിമെൻറ്റ് 200 രൂപ കൊടുത്തു. എത്ര വരയ്ക്ക്? 9,000 വരെ അയാൾക്ക് ഇൻക്രിമെൻറ്റ് 200 രൂപയായിരുന്നു. 9,000 എത്തിയപ്പോൾ പിന്നെ അയാളുടെ ഇൻക്രിമെൻറ്റ് ആനുവൽ ഇൻക്രിമെൻറ്റ് 400 ആയിരുന്നു. ഏതുവരെ? 11,000 വരെ. ഇതാണ് ഈ പേ സ്കെയിലിൽ പറയുന്നത്. ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇറ്റ് മീൻസ് ഹിസ് ബേസിക് പേ ഓൺ അപ്പോയിൻമെൻറ്റ് ഈസ് rupees 8,000 ആൻഡ് ഈസ് എലിജിബിൾ ഫോർ an annual increment of rupees 200 per month till the basic pay reaches rupees 9,000. Then the annual increment will be at the rate of rupees 400 per month till the pay reaches rupees 11,000. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ ബേസിക് പേ ഓർ സാലറി. ഇതിൽ നമുക്ക് ചെറിയ ബേസിക് പേ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള ചെറുതായിട്ടൊക്കെ നമുക്ക് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ദെൻ അടുത്ത പോയിന്റ് 13th പ്രോബ്ലം, ഡിഡക്ഷൻസ് മെയ്ഡ് ബൈ ദി എംപ്ലോയർ. ഇഫ് എൻ എംപ്ലോയർ മേക്സ് സം ഡിഡക്ഷൻ ഫ്രം സാലറി, എമൗണ്ട് സോ ഡിഡക്റ്റഡ് ഈസ് ഡീംഡ് ടു ബി റിസീവ്ഡ് ബൈ ദി എംപ്ലോയി ആൻഡ് സച്ച് എമൗണ്ട് വിൽ ബി ട്രീറ്റഡ് income of the employee. Deduction made by the employer are recovery of loan, employees contribution to provident fund, then payment of income tax and life insurance policy etc. അല്ലേ, അപ്പോൾ ഡിഡക്ഷൻസ് എന്ത് ചെയ്യുന്നു? എംപ്ലോയർ മേക്സ് സം ഡിഡക്ഷൻ ഫ്രം സാലറിയിൽ നിന്ന് എംപ്ലോയർ ഡിഡക്ഷൻ ചെയ്യുന്നു. ദ എമൗണ്ട് സോ ഡിഡക്റ്റഡ് ഈസ് ഡീംഡ് ടു ബി റിസീവ്ഡ് ബൈ ദി എംപ്ലോയി. അല്ലേ, സച്ച് എമൗണ്ട് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഓഫ് ദി എംപ്ലോയി ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്നാണ് അവിടെ പറയണത്. മനസ്സിലായോ? എംപ്ലോയർ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്താലും ആ ഡിഡക്റ്റഡ് എമൗണ്ട് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് പറയണത്. മനസ്സിലായോ? ദെൻ അടുത്തത് അഡ്വാൻസ് സാലറി ഓർ അരിയർ ഓഫ് സാലറി റിസീവ്ഡ് എന്നാണ് ലാസ്റ്റ് പോയിന്റ് പറയണത്. അഡ്വാൻസ് സാലറി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, സാലറി ഡ്യൂ ആണതിന് മുമ്പ് നമുക്ക് കിട്ടി വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ അഡ്വാൻസ് സാലറി പറയുന്നു. അരിയർ സാലറി പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രീവിയസ് ഇയറുകളിലെ സാലറികൾ അത് കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്കൊരു പേ കമ്മീഷനൊക്കെ വരുമ്പോൾ സാലറി ഹൈക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എന്ന് തൊട്ടാണോ പ്രാബല്യത്തിൽ വന്ന് അന്ന് തൊട്ടുള്ളത് നമുക്ക് അരിയർ അല്ലേ ഈ പ്രീവിയസ് ഇയറിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയണം? അരിയർ സാലറി എന്ന് പറയുന്നത്. അത് പ്രീവിയസ് ഇയറിൽ ടാക്സ് ചെയ്തിട്ടില്ല, അത് ഈ പ്രീവിയസ് ഇയറിലാണ് അത്
കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മുടെ ഇൻകം കൂടും അല്ലേ. ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ വർഷത്തെ ഇൻകം കാൽക്കുലേറ്റ് കൂടും. എന്തുകൊണ്ടാണ് ഈ അരിയർ സാലറിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിലീഫ് അല്ലെങ്കിൽ ഒരു അസസിങ് ഓഫീസർക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുക, ഞങ്ങൾക്ക് ഇങ്ങനെ അരിയർ സാലറി വന്നുകൊണ്ട് സാലറി ഇൻക്രീസ് ചെയ്തു, അതിന് ഞങ്ങൾക്ക് റിലീഫ് പ്രൊവൈഡ് ചെയ്യണം പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് റിലീഫ് കിട്ടാനുള്ള ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് റിലീഫ് ക്ലെയിം ചെയ്യുക അണ്ടർ സെക്ഷൻ 89 സബ്സെക്ഷൻ 1 പ്രകാരം നമുക്ക് റിലീഫൊക്കെ ക്ലെയിം ചെയ്യാം. ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് റിഗാർഡിങ് സാലറീസ്. ഇനി ഇഷ്ടം പോലെയുണ്ട്, നമുക്ക് മെയിനായിട്ട് പഠിക്കുന്ന പോയിൻറ്റ്സ് ഇത്രയൊക്കെയാണ്. നന്നായിട്ട് എക്സ്പ്ലനേഷൻസ് ശ്രദ്ധിച്ച് കേട്ടിട്ട് വായിച്ച് പഠിക്കുക, നോട്ട്സ് റെഫർ ചെയ്ത് വെക്കുക. ആ പ്രീവിയസ് ഇയറിൻ്റെ കാര്യവും പ്ലേസ് ഓർ അക്രൂവലിൻ്റെ കാര്യവും മനസ്സിലായോ, എല്ലാ കാര്യങ്ങളും നമുക്ക് പോയിൻറ്റ്സ് പ്രോബ്ലം റിലേറ്റ് ചെയ്ത് വേണം. പിന്നെ ഗവൺമെൻറ് എംപ്ലോയി നോൺ ഗവൺമെൻറ് ഡ്യൂ ഡേറ്റ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് വെക്കണം. ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പോയിൻറ്റ്സ് ഒക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഭാഗം ഡെഫിനിഷൻ ഓഫ് സാലറി അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 1 അല്ലേ. ആസ് പെർ സെക്ഷൻ 17 സബ്സെക്ഷൻ 1 of the Income Tax Act 1961, salary includes the following. First one, wages. Second one, any annuity or pension. Third one, gratuity. Then fourth one, any fee, commission, perquisite. അടുത്ത പോയിന്റ്, any advance of salary. അടുത്തത് allowances. Then encashment of earned leave. Then profit in lieu of or in addition to any salary or wage. Then annual accretion to the balance of recognized provident fund. Then transferred balance to the recognized provident fund. Then last one, contribution by central government or any other employer to employees pension account as referred to in section 80 CC-D. ഇതൊക്കെയാണ് സാലറി എന്നുള്ള ഡെഫിനിഷനിൽ ഈ 11 പോയിന്റ്സ് ആണ്, 11 പോയിന്റ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാലറിയിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യാം? വേജസ്. അപ്പോൾ വേജ് എന്താണ്, സാലറി എന്താണെന്ന് ഞാൻ തൊട്ട് മുമ്പത്തെ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേജ് കൊടുക്കുന്നത് നമ്മുടെ മാനുവൽ വർക്കേഴ്സിനാണ് അല്ലേ, ബേസ്ഡ് ഓൺ ഔട്ട്പുട്ടിൻ്റെ ബേസിസിട്ടോ അല്ലേ, അല്ലെങ്കിൽ നമ്പർ ഓഫ് അവേഴ്സ് വർക്ക് ചെയ്തതിൻ്റെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ദെൻ സാലറി പറയുമ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് അല്ലേ. നോൺ മാനുവൽ വർക്കേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, സാലറി കൊടുക്കുന്നത്. അപ്പോൾ 2 ഹെഡ് സാലറിയിൽ വേജസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പറയണത്. നെക്സ്റ്റ് പോയിന്റ്, എനി ആനുറ്റി ഓർ പെൻഷൻ അല്ലേ, എനി പീരിയോഡിക്കൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആനുവൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ പെൻഷൻ ഈസ് ഓൾസോ പാർട്ട് ഓഫ് സാലറി അല്ലേ. ദെൻ അടുത്തത് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ അടുത്ത ഗ്രാറ്റുവിറ്റി അല്ലേ. ഗ്രാറ്റുവിറ്റി പറയുമ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിനും നമ്മൾ പാസ്റ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്രാറ്റുവിറ്റി കാൽക്കുലേഷൻ ചെയ്യുന്നത്. അത് ഗവൺമെൻറ് എംപ്ലോയീസിനും നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനും സെപ്പറേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ തന്നെ ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്തതും ഉണ്ട്, ഗ്രാറ്റുവിറ്റി ആക്ട് നോട്ട് കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട്. അങ്ങനെ 2 സെപ്പറേറ്റ് റൂളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ദെൻ അടുത്തത് എനി ഫീ, കമ്മീഷൻ, പെർക്വിസിറ്റ്. എനി ഫീ പറഞ്ഞാൽ എന്തെങ്കിലും ഫീസുകൾ. പിന്നെ കമ്മീഷൻ പറയുമ്പോൾ എപ്പോഴും കമ്മീഷൻ ഒന്നുമില്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും അല്ലേ, 300 പെർ മന്ത്. അങ്ങനെ ഒരു ഫിക്സഡ് നോർമൽ കമ്മീഷൻ ഒരു ഫിക്സഡ് എമൗണ്ട് തരാം. അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ദ എംപ്ലോയി. മനസ്സിലായോ? ഒരു സർട്ടൺ പെർസെൻറ്റേജ് ടേൺ ഓവർ, സെയിൽസിൻ്റെ ഇത്ര ശതമാനം കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് തരാം. 2 രീതിയിൽ നമുക്ക് തരാം. ദെൻ അടുത്തത് പെർക്വിസിറ്റ്. പെർക്വിസിറ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അഡീഷണൽ ബെനിഫിറ്റ് ഓർ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ ടു ദി എംപ്ലോയി. ദെൻ അടുത്തത് എനി അഡ്വാൻസ് ഓഫ് സാലറി ഇൻക്ലൂഡ് ചെയ്യുന്നു പറഞ്ഞു, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ അലവൻസസ്. അലവൻസും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഡീഷണൽ എമൗണ്ട് given by the employer to the employee in addition to basic salary to meet personal or official expenses. മെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണതാണ് എന്ത്, അലവൻസസ്. അതും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരും. ഈസി ആയിട്ട് എളുപ്പമായിട്ട് നിങ്ങൾക്ക് 3 തരത്തിലുള്ള അലവൻസ് ഉണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരും. ദെൻ അടുത്തത് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്. ഇതും സെപ്പറേറ്റ് പറഞ്ഞുതരും അല്ലേ. ലീവ് എൻകാഷ് ചെയ്യണതാണ് നമ്മൾ അല്ലേ. ഇപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ ഇത്ര ലീവുകൾ ഉണ്ടാവും, അതിൽ ഇത്ര ലീവ് നമുക്ക് എൻകാഷ് ചെയ്യാന്നുള്ളൊരു പ്രൊവിഷനൊക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്. ദെൻ അടുത്തത് പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് ഓർ ഇൻ അഡീഷൻ ടു എനി സാലറി ഓർ വേജ്. സാലറി ഓർ വേജ് കൂടാണ്ട് അഡീഷണൽ നമ്മൾ എന്തെങ്കിലും ഇൻകം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ അടുത്തത് ആനുവൽ അക്രീഷൻ ടു ദ ബാലൻസ് ഓഫ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ആനുവൽ അക്രീഷൻ മീൻസ് ആനുവൽ ഇൻക്രീസ് അല്ലേ. ഇപ്പോൾ നമ്മുടെ RPF എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ടാക്സബിൾ ആണ്. അതുകൂടാണ്ട് ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 9.5% ടാക്സബിൾ ആണ്. അതിനെയാണ് നമ്മൾ ആനുവൽ അക്രീഷൻ പറയുന്നത്. ആനുവൽ അക്രീഷൻ
ടു ദി ബാലൻസ് ഓഫ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലേ. നമ്മുടെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഉണ്ടാവും, അയാളുടെ ഇൻട്രസ്റ്റും ഉണ്ടാവും, രണ്ടും കൂടി. ഇപ്പോൾ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ 12% കൂടിയാൽ നമ്മൾ ടാക്സ് ചെയ്യും. അതുപോലെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 9.5% കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. അതാണ് ഈ ആനുവൽ അക്രീഷനിൽ ഇൻക്ലൂഡ് ചെയ്യണത്. ദെൻ അടുത്തത് ട്രാൻസ്ഫേർഡ് ബാലൻസ് ടു ദി റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ട്രാൻസ്ഫേർഡ് ബാലൻസ്, ഇത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യന് മെയിൻ ആയിട്ട് വാട്ട് യു മീൻ ബൈ ട്രാൻസ്ഫേർഡ് ബാലൻസ് അല്ലെ. ട്രാൻസ്ഫേർഡ് ബാലൻസ് ഓഫ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലൻസ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലെ ബാലൻസ് നമ്മൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് നമ്മൾ പറയുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് കോൺട്രിബ്യൂഷൻ ബൈ സെൻട്രൽ ഗവൺമെന്റ് or any other employer to employees pension account as referred to in section 80 CCD. ഇത് ഡിഡക്ഷൻ 80C to you നമ്മൾ പഠിക്കുമ്പോൾ പറയുമ്പോൾ പറഞ്ഞാലും കുറേ ഡിഡക്ഷൻസ് നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ഈ പോയിന്റ് മാത്രം ഓർക്കുക. ഇത്രയാണ് നമ്മുടെ ഡെഫിനിഷൻ ഓഫ് സാലറിയിൽ വരുന്നത്. ഒരു 11 പോയിന്റ് ഉണ്ട് സാലറിയുടെ ഡെഫിനിഷൻ. ഇത് നമ്മൾ നന്നായി പഠിച്ചിട്ട് എഴുതുക, മനസ്സിലാക്കുക. ഇതിൽ ഓരോ പോയിന്റും നമ്മൾ ഓരോ ഹെഡിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നിലും പ്രോബ്ലം ഉള്ളതൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. ഇപ്പോൾ നമ്മൾ പോയിന്റ്സ് മാത്രം മനസ്സിലാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.